ഹായ് കൂട്ടുകാരെ, നമസ്തേ. എല്ലാവരും നമ്മുടെ ഹനുമാന്റെ കഥ കേട്ടല്ലോ അല്ലേ? എങ്കിൽ ഇന്ന് നമുക്ക് ആനയുടെയും മുയലിൻ്റെയും കഥ പറയാം. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന അല്ലേ? ഒരു ചെറിയ മുയൽ അതിനെ എങ്ങനെ ഒതുക്കി നിർത്തി? നമുക്ക് നോക്കാം. ഒരു കാട്ടിൻ്റെ നടുവിൽ ഒരിക്കലും വെള്ളം വറ്റാത്ത ഒരു തടാകമുണ്ടായിരുന്നു. അതിൻ്റെ കരയിൽ ധാരാളം മുയലുകൾ താമസിച്ചിരുന്നു. തടാകത്തിൻ്റെ കരയിൽ ചെറിയ മാളങ്ങൾ ഉണ്ടാക്കി അതിലായിരുന്നു മുയലുകളുടെ താമസം. ഒരിക്കൽ കടുത്ത വേനൽക്കാലം വന്നു. കാട്ടിലെ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു. കാട്ടിലെ മൃഗങ്ങളെല്ലാം കുടിക്കാൻ വെള്ളമില്ലാതെ അലഞ്ഞു നടക്കാൻ തുടങ്ങി. അതിൽ ഒരു ആനക്കൂട്ടവും ഉണ്ടായിരുന്നു. ആനക്കൂട്ടങ്ങൾ വെള്ളം തേടി ഈ തടാകത്തിനടുത്തെത്തി. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തടാകം കണ്ടപ്പോൾ ആനകൾക്ക് സന്തോഷമായി. അവർ കൂട്ടത്തോടെ തടാകത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പാവം മുയലുകളുടെ കുഞ്ഞു മാളങ്ങൾ ആനകൾ ചവിട്ടി നിരത്തി. കുറേ മുയലുകൾ ചത്തുപോയി. മുയലുകൾക്ക് മനസ്സിലായി അവരുടെ ജീവൻ അപകടത്തിലാണെന്ന്. ഈ ആനകളെ എങ്ങനെയെങ്കിലും തടയണം അവർ ചിന്തിച്ചു. അതിൽ ഒരു മുയൽ വലിയ ബുദ്ധിമാനായിരുന്നു. അവന് ഒരു സൂത്രം തോന്നി. അടുത്ത ദിവസം രാത്രി ആനകൾ വീണ്ടും വെള്ളം കുടിക്കാനെത്തി. ബുദ്ധിമാനായ ആ മുയൽ ആനകളുടെ മുന്നിൽ ഓടിയെത്തി. ആനകളുടെ നേതാവിനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, "ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത് എന്ന്?" "ഞങ്ങളുടെ യജമാനൻ്റെ അനുമതിയില്ലാതെ ആർക്കും ഈ തടാകത്തിൽ ഇറങ്ങാൻ അധികാരമില്ല. അദ്ദേഹം അവിടെ കലി തുള്ളി നിൽക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ വന്നു കണ്ടോളൂ" എന്നും പറഞ്ഞു. ആനകൾക്ക് വിശ്വാസം വന്നില്ല. അവർ തടാകത്തിനടുത്ത് പോയി നോക്കാൻ തീരുമാനിച്ചു. അന്ന് ഒരു പൗർണമിയായിരുന്നു. രാത്രിയിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രൻ്റെ പ്രതിബിംബം തടാകത്തിൽ തിളങ്ങി കണ്ടു. കാറ്റിൽ ഇളകുന്ന വെള്ളത്തിൽ ചന്ദ്രബിംബവും തുള്ളിയാടുന്നു. മുയൽ പറഞ്ഞു, "നോക്കൂ, അതാണ് ഞങ്ങളുടെ യജമാനൻ. ഞാനാണ് ചന്ദ്രൻ്റെ നടുവിൽ കാണുന്ന ലംബോദരൻ എന്ന മുയൽ. അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഇവിടെ വന്നവരെ തടാകത്തിൽ മുക്കിക്കൊല്ലും. അദ്ദേഹം കലി തുള്ളി നിൽക്കുകയാണ്. ഇതു പറയാൻ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. തടാകത്തിലേക്ക് നോക്കൂ" എന്ന് പറഞ്ഞ് ആനകൾ നോക്കിയപ്പോൾ ഇളകുന്ന വെള്ളത്തിൽ ചന്ദ്രബിംബം കണ്ടു. ആനകൾക്ക് തോന്നി മുയൽ പറയുന്നത് ശരിയാണെന്ന്. അവർക്ക് തടാകത്തിൽ ഇറങ്ങാൻ ധൈര്യമില്ലാതെ തിരിച്ചു നടന്നു. അതിനുശേഷം ആനകൾ അങ്ങോട്ട് വന്നതേയില്ല. മിടുക്കനായ മുയലിൻ്റെ ബുദ്ധിയും ധൈര്യവും അവൻ്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ചു. കായിക ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധിശക്തി എന്ന് മുയൽ തെളിയിച്ചു. കൂട്ടുകാർ അമ്പിളിമാമനെ കണ്ടിട്ടുണ്ടോ? അതിനുള്ളിൽ വലിയ 2 ചെവിയുള്ള ഒരു മുയൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നമ്മുടെ കഥ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ? എങ്കിൽ അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.